മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മനസ്സ് നിറയെ ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും ചിലർ പുറമേ സന്തോഷിക്കുന്നത് കാണാം. അതൊരു വലിയ കഴിവ് തന്നെയാണ്. ദുഃഖങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുക. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ഇഷ്ടവും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും മാറ്റിയാൽ നിരാശ മാത്രമായിരിക്കും ഫലം. ജീവിതം നിങ്ങളുടേതാണ്, അപ്പോൾ തീരുമാനങ്ങളും നിങ്ങളുടേതാകണം. ഭക്തരെ, മറ്റുള്ളവരുമായും അവരുടെ കഴിവുകളുമായും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയും സങ്കടം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ജീവിതം വളരെ ലളിതമാണ്, പക്ഷേ അത് സങ്കീർണമാക്കുന്നത് നിങ്ങളുടെ മോശം ചിന്തകളും ആ ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തികളും കാരണമാകുന്നു. ഭക്തരെ, നിങ്ങളുടെ നേട്ടങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അത് കൂടുതൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള പ്രചോദനം നിങ്ങൾക്ക് നൽകും. എന്നാൽ നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കുക. എന്തെന്നാൽ അഹങ്കാരം നിങ്ങളുടെ മുന്നോട്ടുള്ള നേട്ടങ്ങളെ നശിപ്പിക്കാൻ കാരണമാകും. ഭക്തരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ അത് പറയാതിരിക്കുന്നതാണ് ഉചിതം. പലപ്പോഴും സന്തോഷം എന്നത് നിങ്ങളുടെ പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കും. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത് നിങ്ങൾ അവർക്കൊന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. ഭക്തരെ, ചില വേദനകൾ പുറത്തു പറയരുത്. അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നവരോട് പോലും തനിച്ചാക്കാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ സന്തോഷം. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. ഭക്തരെ, ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. ഭക്തരെ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ വഴി മറ്റൊരാൾക്ക് സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല പുണ്യങ്ങളിലൊന്ന്. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.